സിന്ധു നദീജല കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അപേക്ഷിച്ച് വീണ്ടും പാകിസ്ഥാന്റെ കത്ത് വന്നിരിക്കുകയാണ്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്നാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. പാകിസ്ഥാന്റെ ആവശ്യം നേരത്തെ ഇന്ത്യ തള്ളിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, നമുക്കറിയാം ഈ ഒരു പാകിസ്ഥാൻ ഇത്തരം ആവശ്യം നേരത്തെയും ഉന്നയിച്ചതാണ്, പക്ഷെ എന്നെല്ലാം നമ്മളത് തള്ളുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഈ കത്തിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ബാലു? ജയലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സിന്ധു നദി കരാർ മരവിപ്പിച്ചതിന് ശേഷം ഇന്ത്യ വളരെ സുപ്രധാനമായ ഒരു നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ്. അതായത് ഈ സിന്ധു നദി കരാറിന്റെ ഭാഗമായുള്ള നദികളിൽ നിന്നുള്ള ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള രൂപരേഖ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ്. ഈ ബിയാസ് നദി, അതായത് ഈ കരാറിന്റെ ഭാഗമായ ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പിന്നീട് പഞ്ചാബ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുവാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഫലത്തിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലമാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി കനാൽ രൂപീകരിക്കുവാൻ, കനാൽ പണിയുവാനാണ് തീരുമാനം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഉന്നയിക്കുന്ന എല്ലാ ആശങ്കകളും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 2 തവണ പാകിസ്ഥാൻ നൽകിയിരുന്ന കത്ത് ഇന്ത്യ നിരാകരിച്ചിരുന്നു. പുതുതായി ലഭിച്ചിരിക്കുന്ന കത്ത് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഏതായാലും മുൻ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നതാണ് ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കനാൽ നിർമ്മിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഇന്ത്യ കടന്നിരിക്കുന്നത്. ജയലക്ഷ്മി, ശരി ബാലു, എന്തായാലും ഈ ഒരു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും കത്തയച്ചത്. ആശങ്കകൾ ചർച്ച ചെയ്യാമെന്നാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഭീകരതയോടാണ് പോരാടുന്നത്. പാകിസ്ഥാൻ ഭീകരത മാറ്റി നിർത്തിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.